ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻജി ടൈം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യയ്ക്കും ഊണിനും ഒരേപോലെ ചേരുന്ന വെള്ളരിക്ക കിച്ചടിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ വെള്ളരിക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇനി ഈ കിച്ചടി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഇതേപോലെ വെള്ളരിക്കയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ വെള്ളരിക്കയാണ്. ഇനി ഇതിൻ്റെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയൊരു നീളത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളരിക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയമാകുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ അരപ്പും വെള്ളരിക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഇതേപോലെ 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. അധികം പുളിയില്ലാത്ത എന്നാൽ മീഡിയം പുളിയുള്ള തൈര് വേണം നമ്മൾ കിച്ചടി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. തൈര് ചേർത്ത് കൊടുത്ത ശേഷം ഇനിയെല്ലാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കിച്ചടിയും പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടി തൈര് വേണം എടുക്കാനായിട്ട്. തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്കൊന്ന് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ വെള്ളരിക്ക കിച്ചടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചത് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ വെള്ളരിക്ക കിച്ചടി ഇഷ്ടമായെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി കാണാം.